എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് ഇലപ്പുട്ടും ചിക്കൻ കൊണ്ടാട്ടവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്ന ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇലപ്പുട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യാനുസരണം വെള്ളം തളിച്ച് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. വെള്ളം ചെറുതായിട്ട് നനച്ച് വേണം കൊടുക്കാൻ. പുട്ടുപൊടി അപ്പം നനച്ചു കഴിഞ്ഞു. നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു വാഴല നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം തേങ്ങ ചിരകിയതിട്ട് നമ്മൾ ഈ നനച്ചു വച്ചിരിക്കുന്ന പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പുട്ടുപൊടി ഇട്ട ശേഷവും നമ്മൾ അല്പം തേങ്ങയും കൂടെ വിതറുന്നുണ്ട്. ഇത് ഇഡ്ഡലി തട്ടിലാണ് നമ്മളിതെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവിയേറ്റിയെടുക്കാം. നാലോ 5 മിനിറ്റ് ആവി കയറി കഴിഞ്ഞപ്പോൾ ഇലപ്പുട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കാം. 1/2 കിലോ ചിക്കനിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങിയെടുത്തതാണിത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് ഈ ഉരുളിയിലാണ്. അപ്പോൾ അതിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായാൽ മതി. അപ്പം നമ്മൾ പുഴുങ്ങിയെടുത്ത ചിക്കൻ മുഴുവൻ വറുത്തെടുത്ത് കഴിഞ്ഞു. അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കൊത്തി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി ഇളക്കാം. അതിലേക്ക് 4-5 വറ്റൽ മുളകും കൂടെ ചേർക്കാം. അല്പം ഒന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ 2 ചെറിയ സവാളയും ഒരു 10-20 ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് സവാളയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്ന് നമ്മൾ ചേർത്ത എല്ലാ കൂട്ടും നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ചേർത്ത മസാലക്കൂട്ടിൻ്റെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അല്പം ചതച്ച മുളക്, അത് നമ്മുടെ ഇഷ്ടാനുസരണം എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ പുഴുങ്ങിയെടുത്ത നേരത്ത് അല്പം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമ്മുടെ സവാളയുടെ കൂട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വാരിയിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മളിത് തിക്ക് ഗ്രേവിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് സവാളക്കൂട്ടൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, രുചി അടിപൊളി തന്നെയാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം വളരെ എളുപ്പത്തിൽ തയ്യാറായി.
നല്ലപോലെ എരിവ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അല്പം കൂടെ ചതച്ച മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രുചികരമാർന്ന നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇലപ്പുട്ടും ചിക്കൻ കൊണ്ടാട്ടമാണ്. ചിക്കൻ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ 4-5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു സൂപ്പർ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി എടുക്കാം. പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു.